വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് ബണ്ണാണ്. അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് പൗഡർ, ഷുഗർ, ഈസ്റ്റ്, ആവശ്യത്തിനുള്ള വാട്ടർ, പിന്നെ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യമേ ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ, അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതിന് വാട്ടർ ഞാൻ എടുക്കുന്നുണ്ട് 1/2 കപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 4 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മിൽക്ക് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നീഡ് ചെയ്തെടുക്കണം. നല്ലൊരു സോഫ്റ്റ് ഡോ ആണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ടക്ക് ചെയ്ത് ഇൻസൈഡിലോട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 അവർ നമ്മൾ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അന്നേരം ഈ ഡോ ഡബിൾ സൈസ് ആവും. ഇപ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇതിനകത്തിട്ട് റോൾ ചെയ്ത് ഇനി ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി അത് ഓരോ പീസ് എടുത്ത് ഇതേപോലെ ടക്ക് ചെയ്ത് ഇൻസൈഡിലാക്കി ഞാൻ ഈ പാനിനകത്താണ് ബേക്ക് ചെയ്യുന്നത്. അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ബോളുകളാക്കി ഇനി ഒരു 30 മിനിറ്റ്സ് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റായി മീഡിയം ഹീറ്റിൽ ഓണായി കിടക്കുമായിരുന്നു. ഇനി ഇതിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബണ്ണിൻ്റെ ട്രേ എടുത്ത് വെക്കാം. അതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് സെസ്മി സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ലിഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയായി വരും. ഇപ്പോൾ സ്റ്റൗവിലല്ല ഓവനില ബേക്ക് ചെയ്യുന്നതെങ്കിൽ അത് 350-ൽ പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു 35 മിനിറ്റ്സ് കൊണ്ട് അത് റെഡിയാവും. ഇപ്പോൾ അതാണ്ട് നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂളാവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. അതൊരു ടവൽ വെച്ചിട്ട് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെക്കണം. ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് ബട്ടറും കൂടി ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് ബൺ ഇവിടെ ഉണ്ടാക്കി. ഇതിപ്പം പാവ് ബജിക്കും ബർഗറിനോ ഇത് സ്ലൈഡറിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബോട്ടം എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.